guys, welcome back to our YouTube channel. രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. സോ നമ്മൾ സമയം പോയി അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത്രയ്ക്ക് ധൃതിപ്പെട്ട് ഞങ്ങൾ പോകുന്നത് ട്രിവാൻഡ്രം ആർട്സ് കോളേജിലോട്ടാണ് കേട്ടോ. വിമൻസ് ഡേയോടനുബന്ധിച്ച് നാഷണൽ സർവീസ് സ്കീമും എൽഡ ഫൗണ്ടേഷനും ചേർന്ന് കണ്ടക്ട് ചെയ്ത ഒരു പ്രോഗ്രാം ആണ് കേട്ടോ ഇത്. ഞാനിവിടെ ടൈമിന് തന്നെ എത്തി. ഇനാഗുറേഷൻ ഒക്കെ കഴിഞ്ഞ് ഓപ്പൺ ഫോറം സ്റ്റാർട്ട് ചെയ്തു. പാനലിൽ എൻ്റെ ഒപ്പം ഉള്ളത് ഇന്റർനാഷണൽ കിക്ക് ബോക്സർ മെഡലിസ്റ്റ് സഞ്ജു ആണ് കേട്ടോ. വി ആർ ദ കിങ്സ് എന്ന് പറയുന്ന ടൈറ്റിലിൽ സ്ത്രീകളുടെ റൈറ്റ്, എംപവർമെന്റ്, ഇക്വാലിറ്റി ഒക്കെ ആയിരുന്നു മെയിൻ സബ്ജക്ട്സ്. ഒരു സ്പീച്ച് ആയിട്ടല്ല, ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആയിട്ടാണ് കണ്ടക്ട് ചെയ്തത്. പിള്ളേരൊക്കെ ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അത്യാവശ്യം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആയിരുന്നു. സോ ഈ സെഷൻ അടിപൊളിയായിരുന്നു. ദെൻ ഇവിടെ നടന്ന കോമ്പറ്റീഷന്റെ വിന്നേഴ്സിനെയൊക്കെ അനൗൺസ് ചെയ്തു. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് മൊമെന്റം കിട്ടി. ദെൻ ടീച്ചേഴ്സും പ്രിൻസിപ്പലും ഒക്കെ സംസാരിച്ചു. പിള്ളേർ വന്ന് സെൽഫി എടുത്തു. ഇന്ന് ആഫ്റ്റർനൂൺ ഇവിടെ ഒരു ഗെയിമിംഗ് സെഷൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിംസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറച്ചു നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു. ഓക്കെ, ഞാൻ പറഞ്ഞോളാം. താങ്ക് യു. ശരിടാ. ഇൻട്രൊഡക്ഷൻ സെഷനിൽ നമുക്ക് തന്ന ഫ്ലവേഴ്സ് ഉണ്ടാക്കിയത് ആ കുഞ്ഞാണ് കേട്ടോ. എന്നോട് വലിയ കാര്യമായിട്ട് വന്ന് പറഞ്ഞു, ചേച്ചി ഞാനാ ഈ ഫ്ലവേഴ്സ് ഉണ്ടാക്കിയതെന്ന്. ദെൻ നമുക്കിവിടെ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിച്ചു. ഇന്ന് ആഫ്റ്റർനൂൺ വേറൊരു വർക്ക് ഉണ്ടായിരുന്നു. ബട്ട് ആറ്റുകാൽ പൊങ്കാലയുടെ തിരക്കായത് കാരണം അത് പോസ്റ്റ്പോണ്ട് ചെയ്യേണ്ടി വന്നു. ദെൻ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി. ദേ കാണുന്ന വാച്ച് കണ്ടോ, എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണേ. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ എത്തിയേക്കുന്ന പ്രാവച്ചമ്പലത്തുള്ള പോപ്പുലർ ഫാം ഹൗസിലാണ്. ട്രൈ ചെയ്യാവോ? അതാണോ? എന്റെ പേരെങ്ങനെ പറഞ്ഞേ? ഹലോ, കടിക്കോ? നിന്റെ പേര്? ഇതെന്തോ ഫുഡ് കഴിക്കുന്നേ? നോൺ വെജ്. My God, dragon. See? തീരെ കുഞ്ഞ്. ഇതിന്റെ പേര് ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. ബട്ട് നൈസ്, സോ ക്യൂട്ട്. താൻ കൂടെ പിടിച്ചോ. അത് പുറത്തു വരത്തില്ലേ? എടുക്കുന്ന പക്ഷെ പാവം കിട്ടോ, മിണ്ടാതെ ഇരിപ്പുണ്ട്. ഇതെന്താ ഫുഡ് കഴിക്കുന്നേ? വെജിറ്റബിൾസ് മാത്രം. ഓക്കെ ഓക്കെ. ഉറങ്ങിയിട്ടേക്കുക. കയ്യിലെടുത്താലും ഉണറിയല്ലേ, അപ്പോഴും ഉറങ്ങും. ഫുഡ് കഴിക്കാൻ മാത്രം എണീക്കും. എന്തല്ലേ സുഖ ജീവിതം. അയ്യോ, അങ്ങനെ കിടന്ന് ഉറങ്ങുന്നു. മതി. മയക്ക് കടിക്കുന്നു. എന്റെ ബാക്കിൽ രണ്ടേ. ഗൈസ്, ഇവിടെ ഉള്ളതെല്ലാം വളരെ
വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള പെറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് അതിന്റെ അടുത്തിരിക്കാം, കയ്യിലെടുക്കാനൊക്കെ പറ്റും. ഇവിടുത്തെ എൻട്രൻസ് ചാർജ് എന്ന് പറയുമ്പോൾ മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയും മാത്രമേ ഉള്ളൂ. ഇപ്പൊ ടൈം ഏതാണ്ട് 6 മണി അടുപ്പിച്ചായി. ഞങ്ങൾ നേരെ വീട്ടിലോട്ട് എത്തി, ഫ്രഷ് ആയി. ദെൻ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി. നമ്മളിപ്പോ എത്തിയേക്കണ പെന്റാഡനിലാണ് കേട്ടോ. പെന്റാഡനിൽ വരുമ്പോ എന്താണെന്ന് അറിയില്ല, ഈ സ്ക്രീനിൽ കാണുന്ന ആളുമായിട്ട് ഞാൻ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്താ കാര്യമെന്ന് എനിക്കറിയില്ല, അതിനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫുഡ് എത്തി, നമ്മൾ കഴിച്ചു. ദെൻ കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു. ഈവനിങ് ടൈമിൽ നമുക്ക് അത്യാവശ്യം വന്നിരിക്കാനുള്ള ആംബിയൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ഇപ്പൊ ടൈം വന്നിട്ട് ഏതാണ്ട് 8 മണിയായി. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങുവാന്ന്. പോകുന്ന വഴിക്ക് ഒരു അടിപൊളി ഘോഷയാത്രയൊക്കെ കണ്ട് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഗൈസ്, എന്റെ വ്ലോഗ് ഞാൻ ഇന്നിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.